ഹൃദയം പൊട്ടി കുർബാന അർപ്പിച്ചിട്ടുള്ള ഓരോ സന്ദർഭത്തിലും അത് എത്ര അസാധ്യമായ കാര്യമാണെങ്കിലും അതിവിടെ നടന്നിട്ടുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ മാസങ്ങളായിട്ട് തന്നെ ഒരാൾ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് അതിന്റെ ഒരു സ്വകാര്യത കാരണം പറയാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ വല്ലാതെ അതൊരു പൈശാചിക പോരാട്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം പൈശാചിക ഉപദ്രവം വരുമ്പോൾ നമ്മുടെ ആത്മാവ് കിടന്ന് വിരളി പിടിക്കും. അപ്പൊ അത് കൃത്യം പിശാചിന്റെ ഉപദ്രവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ആ ആളുടെ ഐഡന്റിറ്റി തൊട്ട് എനിക്ക് അറിഞ്ഞുകൂടാതായി. ആരാന്ന് പറഞ്ഞുകൂടാ. ആരാന്നറിയാമെങ്കിൽ നമുക്ക് ഡീൽ ചെയ്യാം. ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ ഇവിടെ അച്ഛന്മാരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആരാന്നങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ വയ്യ, സമാധാനം വെറുതെ കളയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. ഞാൻ ഒരിക്കൽ രാവിലെ ഇവിടേക്ക് വന്നു, ആൽത്താരയിലോട്ട് കയറി. 10 മണിക്ക് കയറി, 3 മണിക്ക് ഇറങ്ങിയത് കുർബാന. 11, 12 മണിക്ക് ഈ പറഞ്ഞ ആള് ഇവിടെ നിന്നു. മനസ്സിലായോ? നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആള് 12 മണിക്ക് പുകയിടുമ്പോ പാമ്പ് വെള്ളി ചടുന്ന പോലെ ഇവിടെ വന്നു നിന്നു. ആ സിസ്റ്ററൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് അവിടെ വന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ അതിലൊരു തീരുമാനമുണ്ട്. ഏത് കാര്യത്തിന്റെ തീരുമാനം. അത് പിന്നെ നാളത്തെ നിന്നും ദൈവം മാറ്റി വെക്കും.